പാർട്ടി നേതൃത്വത്തിനെതിരെ വിമർശനവുമായി ജി സുധാകരൻ. സിപിഐഎം മെമ്പർഷിപ്പ് പുതുക്കില്ല. സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ബ്രാഞ്ചിൽ എത്തിയ ശേഷം ഒരു തവണ പോലും ജില്ലാ സെക്രട്ടറി അന്വേഷിച്ചില്ല. പൊതുപരിപാടിയിൽ അവഗണിച്ചു. എം.വി. ഗോവിന്ദൻ മാസ്റ്റർ താൻ പരിഗണന അർഹിക്കുന്നില്ലെന്നു പറഞ്ഞത് ശരിയല്ലാത്ത പ്രയോഗമെന്നും ജി സുധാകരൻ. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു. ബിനോയ്, ഈ ഒരു സിപിഐഎം മെമ്പർഷിപ്പ് അടക്കം പുതുക്കില്ല എന്ന കർശനമായ ഒരു നിലപാട് തന്നെയാണ് ജി സുധാകരൻ സ്വീകരിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? 5 വർഷമായി പാർട്ടിയുമായി കലഹിച്ചു നീങ്ങുകയായിരുന്നു ജി സുധാകരൻ എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഇപ്പോൾ അവസാനം പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നമുക്ക് പറയാനുള്ളത്. കാരണം ഈ മാസം 22-ാം തീയതിയാണ് മെമ്പർഷിപ്പ് പുതുക്കാനുള്ള അവസാന തീയതി. താൻ മെമ്പർഷിപ്പ് പുതുക്കില്ല എന്ന നിലപാട് തന്നെ ജി സുധാകരൻ സൂചിപ്പിച്ചുകൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റാണ് അദ്ദേഹം പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും 2 പേർക്കെതിരെയാണ്. അതായത് ആലപ്പുഴ ജില്ലാ സെക്രട്ടറി നാസറിനെതിരെയും സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ മാസ്റ്റർക്കെതിരെയുമാണ് വലിയ തരത്തിലുള്ള വിമർശനം ജി സുധാകരൻ ഉന്നയിച്ചിരിക്കുന്നത് നമുക്ക് പറയാൻ കഴിയും. കഴിഞ്ഞ 63 വർഷമായി പാർട്ടി പ്രവർത്തകനാണ്. കഴിഞ്ഞ 43 വർഷമായി പാർട്ടി നേതൃനിരയിലുണ്ട്. അത് ജില്ലാ കമ്മിറ്റി അംഗമെന്ന നിലയിൽ താൻ പ്രവർത്തിച്ചിട്ടുണ്ട്. എങ്കിൽ തന്നെ തനിക്ക് അർഹമായ പരിഗണന നൽകാതെ പല പ്രാവശ്യവും ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു. അടിയന്തരാവസ്ഥ സമയത്ത് വലിയ തരത്തിലുള്ള സമരങ്ങളിൽ പങ്കെടുക്കുകയും പീഡനങ്ങൾക്ക് വിധേയനാവുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പോലും അടിയന്തരാവസ്ഥയുടെ 50-ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ തൻ്റെ വീടിൻ്റെ അടുത്ത് വെച്ച് നടന്ന പരിപാടിയിൽ പോലും തന്നെ പങ്കെടുക്കുവാൻ ക്ഷണിച്ചില്ല. മാത്രവുമല്ല, മാധ്യമങ്ങൾക്ക് മുന്നിൽ വെച്ച് അല്ലെങ്കിൽ ഒരു പത്രസമ്മേളനത്തിൽ വെച്ച് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ മാസ്റ്റർ തന്നെ പരിഹസിക്കുന്ന തരത്തിൽ പാർട്ടിയിൽ പരിഗണന അർഹിക്കുന്നില്ല എന്ന ഒരു തരത്തിലൊരു വാചകം നടത്തി ഒരു വാചക പ്രയോഗം നടത്തിയിരുന്നു. അത് തന്നെ വലിയ തരത്തിൽ പരിഹസിച്ചു. അത് കേട്ട് മാധ്യമപ്രവർത്തകർ പൊട്ടിച്ചിരിക്കുകയും ചെയ്തു. ഇതിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തുവിട്ടുകൊണ്ടാണ് ജി സുധാകരൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. അതായത് പാർട്ടിയുമായി ഇനി ഒരിക്കൽ പോലും അടുക്കത്തില്ലാത്ത തരത്തിൽ അല്ലെങ്കിൽ അകന്നു തന്നെ പോകാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നു എന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്ന് കിട്ടുന്ന സൂചന. എന്തായാലും ഈ സമീപകാലത്തെ ഒന്നും തന്നെ ഇത്തരത്തിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ജി സുധാകരൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ഇത് വലിയ വിമർശനം തന്നെ ഉയർത്തിയിരിക്കുന്നു. കാരണം പാർട്ടി ജില്ലാ സെക്രട്ടറിയെ കാണുവാൻ തൻ്റെ സമീപത്തുള്ള ഒരാൾ പോയിരുന്നു. അയാളോടൊപ്പം വലിയ തരത്തിൽ ജി സുധാകരനെ പരാമർശിച്ചുകൊണ്ടും കളിയാക്കിക്കൊണ്ടും ചില വാക്കുകൾ ജില്ലാ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. അങ്ങനെ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടറിയും വലിയ തരത്തിൽ പേരെടുത്തു പറഞ്ഞുകൊണ്ട് വിമർശിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ജി സുധാകരൻ്റെ പേരിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മാത്രവുമല്ല, ഇന്ന് രാവിലെ മുതൽ തന്നെ വലിയ തരത്തിലൊരു ചർച്ചയായി മാറിയിരുന്നു ജി സുധാകരൻ മെമ്പർഷിപ്പ് പുതുക്കുന്നതിനെക്കുറിച്ച്. കാരണം നിലവിൽ അദ്ദേഹം സംസ്ഥാന കമ്മിറ്റി അംഗമല്ല, പക്ഷേ ജില്ലാ കമ്മിറ്റിയിലുമില്ല. അതേസമയം അദ്ദേഹത്തെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിലെ ഘടകത്തിൽ അല്ലെങ്കിൽ ബ്രാഞ്ചിലെ അംഗമാണ്. ആ അംഗമെന്ന നിലയ്ക്ക് പാർട്ടിയിലെ മെമ്പർഷിപ്പ് അദ്ദേഹത്തിന് പുതുക്കണം. നേരത്തെയൊക്കെ തന്നെ ഈ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ നടന്ന സമയത്ത് മുതിർന്ന നേതാക്കന്മാരെ ജി സുധാകരൻ ഒപ്പം തന്നെ തോമസ് ഐസക് എന്നിവരുടെ പേരുകൾ പരിഗണിക്കുമെന്ന് അന്ന് പറഞ്ഞിരുന്നെങ്കിൽ തന്നെയും പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം വന്നപ്പോഴേക്കും ഒരു പരിപാടികളിലും ജി സുധാകരൻ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പരാതികളിൽ ഒന്ന്. നിലവിൽ മുതിർന്ന നേതാവെന്ന നിലയ്ക്ക് അവിടുത്തെ പ്രചരണ പരിപാടികൾ ഉൾപ്പെടെയുള്ള ചുമതല ജി സുധാകരന് അന്ന് സെക്രട്ടേറിയറ്റ് യോഗം നൽകിയിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും അദ്ദേഹം അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല. പരസ്യമായൊരു വിമർശനമാണ് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നടത്തിയിരിക്കുന്നതെന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം കഴിഞ്ഞ ഒരു വർഷമായിട്ട് വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ജി സുധാകരൻ്റെ ഭാഗത്തു നിന്ന് ഉയർന്നിട്ടുണ്ട്. മാത്രവുമല്ല, അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ചൊടിപ്പിച്ചത് ഈ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട 50-ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ അതിൻ്റെ ചടങ്ങുകൾ സംഘടിപ്പിച്ചത് തൻ്റെ വീടിൻ്റെ അടുത്തായിരുന്നു. ആ ചടങ്ങിലേക്ക് തന്നെ ക്ഷണിച്ചിരുന്നില്ല എന്നുള്ളതാണ് ജി സുധാകരൻ്റെ ഏറ്റവും വലിയ പരാതി. രണ്ടാമത്തെ പരാതി ഈ വാർത്താ സമ്മേളനം നടത്തിയപ്പോഴേക്കും പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ മാസ്റ്റർ പരിഗണന അർഹിക്കുന്നില്ല എന്ന് പറഞ്ഞതിന് ശേഷം ഒന്ന് ചിരിച്ചു. ആ ചിരിയിൽ തന്നെ പരിഹസിക്കുന്നതിന് തുല്യമായിരുന്നു. ആ ചിരി കേട്ടിട്ട് മാധ്യമപ്രവർത്തകരും പൊട്ടിച്ചിരിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു പരാതി. അങ്ങനെ ഇത്തരത്തിൽ വലിയ പരാതികൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ജി സുധാകരൻ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇനി അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത് എന്നുള്ള കാര്യങ്ങൾ ഇതുവരെയായിട്ടും വ്യക്തമായിട്ടില്ല. എന്തായാലും അദ്ദേഹത്തിൻ്റെ വിയോജിപ്പ് അല്ലെങ്കിൽ പാർട്ടിയോടുള്ള വിയോജിപ്പ് അദ്ദേഹം വ്യക്തമായി കഴിഞ്ഞിരുന്നു. എന്നാൽ ആശയപരമായി പാർട്ടിക്കൊപ്പം തന്നെ മുന്നോട്ട് പോകും. പാർട്ടി വിട്ടെങ്ങും പോകുന്നില്ല. പക്ഷേ മെമ്പർഷിപ്പ് പുതുക്കിക്കൊണ്ട് പാർട്ടിയിൽ തുടരാൻ താല്പര്യമില്ല എന്നുള്ള സൂചനയാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. കാരണം നേരത്തെ തന്നെ അമ്പലപ്പുഴയുമായി ബന്ധപ്പെട്ട അമ്പലപ്പുഴ MLA-യുമായിട്ടൊക്കെ വലിയ തരത്തിലുള്ള വിയോജിപ്പുകൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. പാർട്ടി ജില്ലാ നേതൃത്വത്തിനെതിരെ വിയോജിപ്പുകളുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിരുന്നു. ഇതിനിടയിൽ അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നം ഉണ്ടായപ്പോഴേക്കും അദ്ദേഹത്തെ നേരിട്ട് കാണുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തിൻ്റെ വസതിയിലെത്തിയിരുന്നു. പക്ഷേ അത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ പ്രശ്നങ്ങളും മഞ്ഞുരുകളും നടന്നുവെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ തന്നെയും ഈ ഒരു സമയത്ത് ജി സുധാകരൻ്റെ ചില വെളിപ്പെടുത്തലുകൾ, അതും പ്രത്യേകിച്ചും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നടത്തിയ വെളിപ്പെടുത്തലുകൾ പാർട്ടിയിൽ നിന്ന്
നിന്നും അകലുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ്. കാരണം ഇനി നേതൃനിരയിലേക്കോ അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തന മേഖലകളിലേക്കോ അദ്ദേഹം ഉണ്ടാകില്ല. പക്ഷേ ആശയപരമായി പാർട്ടിയുമായി യോജിച്ച് മുന്നോട്ട് പോകും എന്നുള്ള സൂചനകളാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, എന്തായാലും പാർട്ടി നേതൃത്വത്തിനെതിരെ വിമർശനമാണ് ജി സുധാകരൻ ഫേസ്ബുക്കിലൂടെ നടത്തിയിരിക്കുന്നത്. CPI മെമ്പർഷിപ്പ് പുതുക്കില്ല എന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ബ്രാഞ്ചിലെത്തിയ ശേഷം ഒരു തവണ പോലും ജില്ലാ സെക്രട്ടറി അന്വേഷിച്ചില്ല എന്നും പൊതുപരിപാടിയിൽ അവഗണിച്ചു എന്നും അദ്ദേഹം പറഞ്ഞു. MV ഗോവിന്ദൻ മാസ്റ്റർ താൻ പരിഗണന അർഹിക്കുന്നില്ല എന്ന് പറഞ്ഞത് ശരിയല്ലാത്ത പ്രയോഗമാണെന്നും ജി സുധാകരൻ പറയുകയുണ്ടായി. D ബിനോയാണ് വിവരങ്ങൾ നൽകിയത്.